ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. എന്താണിത്? സുജാ പപ്പടം. ഈ പപ്പടം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ തേങ്ങ തിരിഞ്ഞ് കൊടുക്കണം ഗൈസ്. ഓക്കെ, ഇത്രയും തേങ്ങ ആയിട്ടുണ്ട് ഗൈസ്. അതിനിടയ്ക്ക് ഇവിടെ റംബൂട്ടാൻ കിട്ടി, കുറച്ചല്ല, ഒരു വാരയെണ്ണം. അതിനിടയ്ക്ക് തേങ്ങുന്നു, അത് പൊളിക്കുന്നു, തിന്നുന്നു. തേങ്ങ സൈഡിലുണ്ട്. ഈ റെസിപ്പി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, എന്തായിരുന്നു? പപ്പടം ചമ്മന്തി. പപ്പട ചമ്മന്തി. ഓക്കെ ഗൈസ്, പപ്പടം. നമ്മുടെ പപ്പടം അതെ, പപ്പടം. ഇതാണ് പപ്പടം. പപ്പടം വെച്ചിട്ട് പപ്പടം ചമ്മന്തിയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ചമ്മന്തിക്ക് നമുക്ക് 2-3 കൊച്ചുള്ളികളെ പൊളിച്ചെടുക്കാം. എടുക്കുന്ന തേങ്ങയ്ക്കനുസരിച്ച് ചമ്മന്തി അരയ്ക്കുമ്പോൾ എത്ര കൊച്ചുള്ളി എടുക്കാം അത്രേ. ചെറിയ ഉള്ളി കിലോ 150, കിലോ 150. നമുക്ക് എരിവിനാവശ്യമായിട്ട് കുറച്ച് വറ്റൽ മുളക് പൊടിക്കുക. പ്രത്യേക ശ്രദ്ധിക്കുക ഗൈസ്, പച്ചമുളകല്ല, വറ്റൽ മുളക്. നെക്സ്റ്റ് പിന്നാണെങ്കിൽ നമുക്ക് ചമ്മന്തിക്ക് പുളി, ഇച്ചിരി പുളി വേണം. നമ്മുടെ പിഴിപുളി ഉണ്ടല്ലോ, വാളംപുളി, അത് കുറച്ച്. വാളംപുളി അത് കുരു ഇല്ലാത്ത നോക്കി എടുക്കണം. മിക്സി കിട്ടാണ് ഞാൻ അരക്കുന്നത്. അപ്പോൾ കുരു ഉണ്ടെങ്കിൽ നമ്മൾ മിക്സി അരക്കണം. ഓ, കുടംപുളി അല്ല, വാളംപുളി ഗൈസ്. ഇനി ഞാൻ പപ്പടം വറക്കാനെ കൊണ്ട് എണ്ണ ഒഴിക്കുവാണേ. ഇതാ നമ്മുടെ പപ്പടം ഗൈസ്. എന്തായിരുന്നു? സുജാ പപ്പടം. സുജാ പപ്പടം നല്ല പപ്പടമാണ് ഇത്. പ്രൊമോഷൻ അല്ല കേട്ടോ. ചൂടായ പാതി നിൽക്കുന്നുണ്ട്, ചൂടായില്ല. ഓ നോ ഗായ്സ്, ദേ എണ്ണ ചൂടായി. ദേ പപ്പടം നമ്മൾ ഇട്ട് കൊടുത്തു. ദേ പുള്ളി വന്നു ഗായ്സ്. രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഏകദേശം എത്ര വേണ്ടി വരും? അത് നമ്മൾ എടുത്തേക്കുന്ന തേങ്ങയുടെ പിന്നെ അരയ്ക്കുമ്പോഴത്തേക്കിനും പപ്പടത്തിന്റെ ഒരു ഇത് വരണമല്ലോ, ഏത് ഒരു രുചി. എത്ര എണ്ണം വേണമെന്നോ? നമ്മളിപ്പോ എത്ര എടുത്തു? ഞാനിപ്പോ ഒരു അരമുറി തേങ്ങ എടുത്തത്. അതിനെത്ര പപ്പടം? അതിന് ഞാൻ ഒരു 3 പപ്പടം ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 പപ്പടം. എന്നാ പിന്നെ ഇപ്പൊ 4 പോകും. അല്ലാതെ തിന്നല്ല പപ്പടം. ഇനി ഞാൻ പപ്പടം പൊള്ളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ കൊച്ചുള്ളിയും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് കൊച്ചുള്ളി ഇടാം. മാറിയിടണം. അതൊന്ന് അത്യാവശ്യം ഒന്ന് വാടി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കിനും നമ്മൾ മുളക് ഇടാവും. അല്ലെങ്കിൽ മുളക് കരിഞ്ഞു വരും. ഈ മുളക് കാശ്മീരി ആണോ ചേച്ചി? കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് പോയിട്ടുണ്ടല്ലോ അതുപോലെ. അതൊന്നും ഇതായി കഴിയുമ്പോൾ നമ്മുടെ പുളിയും കൂടെ ഇട്ടുന്ന കൊഴിമാറ്റാവേ. അപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കാം. ലെയർ ലെയറായിട്ട് സാധനം ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത വെച്ചിട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള തേങ്ങ ഉപ്പ് നമ്മളൊരു ശകലം ഇട്ട് കൊടുക്കാവൂ. എന്ന് വെച്ചാൽ നമ്മൾ പപ്പടത്തിൽ ഉപ്പുണ്ട്. അപ്പം നമുക്ക് എത്രയാണ് ഉപ്പെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ അരച്ച് പപ്പടം എല്ലാം ഇട്ടതിന് ശേഷം ഉപ്പിടുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. പക്ഷെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കും. നമുക്ക് അരച്ചെടുക്കാം. ഈ മുളക് അരയും പച്ചമുളക് ഇട്ടരയ്ക്കാൻ ആ മുളക് അരയും. 3 പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് മിക്സിക്കകത്ത് തന്നെ ഇടണം കേട്ടോ. എന്നെക്കട വലിയ ഇടല്ലേ. അറിയില്ല അപ്പൊ നമ്മളിങ്ങനെ കുട്ടികൾ പൊടിക്കുക. ഇങ്ങനെ കുത്തി പൊടിക്കാനാണെങ്കിൽ മിക്സി ഇട്ടായിരുന്നല്ലേ. ഇതാണ് എന്ത് പപ്പടം? സുജാ പപ്പടം. സുജാ പപ്പടം പൊടിയൂല ഗായ്സ്, പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറെടുക്കുക, കഴിക്കാം. അത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് വേറൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.